ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒഴിവല്ലേ. അപ്പോൾ എല്ലാവരും ചോദിച്ചു നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ. അങ്ങനെ ഞങ്ങൾ അടുത്തായിട്ടുള്ള പാർക്കിലേക്ക് പോവുകയാണ്. പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇത്. ചുരത്തിൻ്റെ പോലെ ചെറിയൊരു ചുരമാണത്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് പൂരം ഉണ്ടായിരുന്നതാണ് പോയി കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നതാണ്. കുറേ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അതിലിങ്ങനെ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷമൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. പിന്നെ പറക്കള ഉണ്ടായിരുന്നു, അത് കണ്ട് ഞാൻ കുറച്ച് നേരം നിർത്തി. പിന്നെ തിരക്ക് കൂടുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് മെല്ലെ പോന്നു. ആ പോണ വഴിക്കുള്ള മലകളാണ് കാണുന്നത്. നല്ല ഭംഗിയാണ് അവിടെയൊക്കെ. നിറയെ മൂച്ചികൾ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ എത്താറായപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാഞ്ഞിരപ്പള്ളിയിലെ ഫോറസ്റ്റിൻ്റെ മതിലുകളാണ്. അവിടുന്ന് എത്താറായപ്പോൾ ഇങ്ങനെ മതിലുകൾ ഇങ്ങനെ കാണുന്നിടത്ത് അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാണ്. വണ്ടികളൊക്കെ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് പറ്റി, കുറച്ച് ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ അങ്ങനെ കുറച്ച് ദൂരത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വന്നു. കാഞ്ഞിരപ്പള്ളിയിൽ വെള്ളം ചാടുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിറയെ ആൾക്കാർ പുറത്ത് നിന്നിട്ട് കാഴ്ചകൾ കാണുന്നുണ്ട്. പിന്നെ മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ അച്ചാറുകളൊക്കെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് പഴയ കാലത്ത് നമ്മൾ പഞ്ഞി, കടക്കക്കഞ്ഞി എന്ന് പറയും, അവിടെയൊക്കെ എന്താ പറയാറ്, അത് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ അങ്ങനെ പോകുന്ന സമയത്താണ് കുതിരവണ്ടി ആദ്യമായിട്ടാണ് കാഞ്ഞിരപ്പള്ളിക്കൊക്കെ കുതിരവണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലെത്തി. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. അവിടെ വഴിക്ക് തന്നെ ഒരു ആന ഉണ്ട്, അതൊക്കെ കണ്ട് അത് കണ്ടു. അതൊക്കെ കണ്ട് അങ്ങനെ പോന്ന് ഉള്ളിലേക്ക് കയറി. കുട്ടികൾക്കൊക്കെ പാർക്കിൽ പോകാൻ നല്ല ആഗ്രഹമാണ്. അങ്ങനെ വേഗം പോയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഇതൊന്നും ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ദാ ഉള്ളിൽ ഇങ്ങനെ ബലൂണിൽ എടുത്തിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ നിർത്തിയായിരുന്നു. കുട്ടികൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായി കയറാൻ. കയറി ഇങ്ങനെ ഞങ്ങളവിടുന്ന് പോന്നു. ഇങ്ങനെ പോന്നപ്പോൾ അവിടെ മ്യൂസിക് പാട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലിപ്പോൾ പാട്ടൊന്നും ഇല്ല, വെള്ളം അങ്ങനെ ചാടിയിരുന്നു. കുറച്ച് വെള്ളമൊക്കെ ചാടിയത് കണ്ടങ്ങനെ ഞങ്ങളവിടുന്ന് പോന്നു. പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓരോരുത്തർക്കും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ചു. മാംഗോ ഐസ്ക്രീം, പിന്നെ കോട്ടൺ കാൻഡിയൊക്കെ കഴിച്ച് അങ്ങനെ പാർക്കിലേക്ക് വന്നു. പിന്നെ ഫുള്ളായിട്ട് വൈകുന്നേരം വരെ ഈ ഇതിലിങ്ങനെ കുട്ടികളെയും കൊണ്ട് പാർക്കിൽ ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു. നല്ല തിരക്കായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ചൊക്കെ തിരക്ക് കുറഞ്ഞിങ്ങനെ വന്നു. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി. അവിടുന്ന് പോരാൻ തന്നെ തോന്നണില്ല. അങ്ങനെ കുട്ടികളൊക്കെ കുറേ നേരമായിട്ട് ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു. രാത്രിയായപ്പോൾ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു കാണാൻ. അതൊക്കെ കണ്ടിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു രാത്രി ആയപ്പോഴേക്കും. എൻ്റെ മോൻ ഇങ്ങനെ തൊട്ടി ഊഞ്ഞാലിൽ മാത്രമേ ആടുകയുള്ളൂ. അവന് അതിൽ കൂടുതൽ അതിൽ മാത്രമേ ഇഷ്ടം. അപ്പോൾ അതിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ തന്നെ നടന്നു പോകുന്നുണ്ട്. ആ ദിവസം കണ്ട് പുറത്തിറങ്ങിയപ്പോഴാ ഗ്രാമിക്ക് നടന്നു രാത്രി വെച്ചിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. അത് കണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു പോന്നപ്പോൾ ഇത് ഈ ഫോട്ടോ എടുത്തിട്ടില്ല ഇതൊക്കെ എടുത്ത് വണ്ടി പാർക്കിൽ കുറച്ച് ദൂരത്തായത് വരാൻ വേണ്ടി കാത്തിരുന്നു. പിന്നെ 6 കഴിഞ്ഞിട്ട് വരുത്തിട്ടോ അതിന് കിട്ടില്ല. പിന്നെ വീട്ടിൽ തിരിച്ചു പോകുന്നു. ിലേക്കും താമസിക്കുകയാണ് എല്ലാവരും പിന്നെ താമസിക്കുക നോക്കി